Hi, dear friends and my dear students. Let us move on to the next one. The next tense, that is simple future. So we completed 8 tenses: present tense and past tense. Present tense are 4, past tense are divided into 4. So there are total 12 tenses. So here today we are going to learn future tense. First one, simple future. Simple future. So simple present, simple past, then simple future. Both tenses are simple. Here we know the formula of simple present, subject plus V1 plus object. Simple past, subject plus V2 plus object or others. Here future, we can say the formula is subject plus will or shall plus V1 plus O. Before that, what is simple present? Simple present എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ an action is going to happen or start tomorrow, next day, next month, next week, next year. ഇങ്ങനെ അടുത്ത ദിവസം അല്ലെങ്കിൽ കുറച്ച് ആഫ്റ്റർ സം ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ നാളെ ഒരു പ്രവൃത്തി തുടങ്ങാൻ പോകുന്നു. An action will start or happen in the future. An action is going to start. അതാണ് തുടങ്ങാൻ പോകുന്നു. An action is going to start or happen tomorrow, next day, next year, next month, after some days. കുറെ നാൾ കഴിഞ്ഞ് 2030 എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആണ്, അതുകൊണ്ടാണ്. സോ ഇങ്ങനെ ഇൻ ദ ഫ്യൂച്ചറിൽ ഒരു പ്രവൃത്തി തുടങ്ങും. An action is going to start or happen in the future എന്നുള്ളതാണ്. ക്ലിയർ ആയെന്ന് മനസ്സിലാകുന്നു. ഒരു പ്രവൃത്തി തുടങ്ങും എപ്പോഴാ? ഭാവിയിൽ. ഫ്യൂച്ചറിൽ ഫസ്റ്റ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ. ബാക്കി പ്രസന്റും പാസ്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഫ്യൂച്ചറിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ഓക്സിലറി വെർബ്സ് ആണ് വില്ലും ഷാൾ. വിൽ ഓർ ഷാൾ. And these also modal auxiliaries. ഇത് modal auxiliariesഉം ആണ്. ഓക്സിലറി വെബ്സിലെ ഒന്നാണ് വില്ലും ഷാളും, ഓരോന്നാണ്. സോ പ്ലസ് V1 plus O. This is the formula. Subject plus will or shall plus V1 plus O. This is the formula of simple future. Simple future എന്താണെന്ന് മനസ്സിലായ? ഒരു പ്രവൃത്തി തുടങ്ങും എപ്പോഴാ? ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിൽ തുടങ്ങും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ നോക്ക്, സബ്ജക്ട് പ്ലസ് V1 plus O അല്ലെങ്കിൽ V2 plus O. ഇവിടെ വ്യത്യാസം വില്ലും ഷാളും കയറിയിരിക്കുന്നതേ ഉള്ളൂ. അത് വെർബിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വില്ലും ഷാളും ഉപയോഗിക്കുന്നു. വില്ലും ഷാളിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഫ്യൂച്ചർ ആക്ഷൻ. ഫ്യൂച്ചർ ആക്ഷനെ സൂചിപ്പിക്കുന്ന ഓക്സിലറീസ് ആണ് വില്ലും ഷാളും. അത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പം കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, എല്ലാം കൂടെ ചേർത്ത് ഞാൻ പിന്നെ പറഞ്ഞു തരും. അപ്പം സബ്ജക്ട് പ്ലസ് വില്ലോ ഷാൾ പ്ലസ് V1 പ്ലസ് ഒബ്ജക്ട്, V പ്ലസ് ഒബ്ജക്ട് അങ്ങനെ പഠിച്ചാലും മതി. ഓർ O, others. Others എന്ന് പറയുമ്പോൾ എന്തും ആകാം, അഡ്ജക്റ്റീവ് ആകാം, കോംപ്ലിമെന്റ് ആകാം. ഇനി ഒരു എക്സാമ്പിൾ നോക്കുക. സെന്റൻസ്: I shall come tomorrow. I shall come tomorrow. ഇവിടെ നമ്മൾ നേരത്തെ ഹാസോ ഓർ ഹാവ് എന്നൊക്കെ ഉപയോഗിക്കുന്ന പോലെ അല്ല ഇതിന്റെ കേസിൽ. ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രോനൗൺ ഉണ്ടല്ലോ, സബ്ജക്റ്റീവ് പ്രോനൗൺ. ഐയുടെയും വിയുടെയും സാധാരണഗതിയിൽ ഷാളാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് വില്ല് ഉപയോഗിക്കുന്നുണ്ട് തെറ്റുണ്ടെന്നല്ല, വേറെയും നോംസ് ഉണ്ട്. അത് നമ്മൾ ഓക്സിലറി വെച്ച് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇത് സബ്ജക്ട് സിംഗുലറോ പ്ലൂറലോ ആയാലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? വില്ലും ഷാളും രണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ ഇവിടെ സാധാരണഗതിയിൽ ഐ വി എന്ന് പറയുന്ന സബ്ജക്റ്റീവ് പ്രോനൗൺസ്, സബ്ജക്റ്റായി വരുന്ന ഐയുടെയും വിയുടെയും കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഷാൾ യൂസ് ചെയ്യും. ഐ ഷാൾ കം ടുമോറോ, ദാറ്റ് മീൻസ് ഞാൻ നാളെ വരും. ആക്ഷൻ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഓർ ഹാപ്പൻ, ഫ്യൂച്ചറിൽ സംഭവിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ഫ്യൂച്ചർ. ക്ലിയർ ആയോ? ഇനി എക്സാമ്പിൾ നമുക്ക് പറയാൻ കഴിയും.
he will play cricket tomorrow. That means അവൻ നാളെ ക്രിക്കറ്റ് കളിക്കും. നോക്ക്, സബ്ജക്ട് ഐ ഹി രണ്ടിലും ഉണ്ട്. will or shall യൂസ് ചെയ്തിരിക്കുന്നു. കം പ്ലേ അതാണ് ഇവിടുത്തെ V1. others cricket tomorrow. He will play cricket tomorrow. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ മനസ്സിലാവും. ഇതേ ഫോർമുലയിലായിരിക്കും സിമ്പിൾ ഫ്യൂച്ചർ വരുന്നത്. അപ്പം ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ സിമ്പിൾ ഫ്യൂച്ചർ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ.